ഹലോ ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തയ്യൽ ടിപ്സോ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ എൻ്റെ ഒരു കഥ പറയാനാണ് പോകുന്നത്. ഞാൻ എൻ്റെ പവർ മെഷീൻ മേടിച്ച കഥയാണ് പറയാൻ പോകുന്നത്. പലതവണ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ ആളുകൾ എന്നെ കളിയാക്കുമോ എന്നുള്ള ആ ഒരു ഭയത്താൽ ഞാനിങ്ങനെ പലപ്പോഴായിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ എന്ത് വന്നാലും വരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ ഞാൻ പറയാൻ പോവാണ് കേട്ടോ. നിങ്ങൾക്കും അതൊരു പക്ഷേ പ്രചോദനമായിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന കാലം മുതൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധാ തയ്യൽ മെഷീനാണ്. നമ്മൾ സാധാരണ ഉഷയുടെ ഒരു മെഷീനാണ് ഉണ്ടായിരുന്നത്. കുറേ നാൾ അതും കൊണ്ട് തയ്ച്ചു. അതിന് ശേഷം ഞാൻ എനിക്കൊരു പവർ മെഷീൻ മേടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും ഒരു പവർ മെഷീൻ മേടിക്കണം. അത് ഏത് ബ്രാൻഡും ആയിക്കൊള്ളട്ടെ. പക്ഷെ നല്ലൊരു പവർ മെഷീൻ മേടിക്കണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലേ. അപ്പോൾ പല വീഡിയോസിൻ്റെയും താഴെ ഞാനിങ്ങനെ കമൻ്റായിട്ട് ആളുകൾ എഴുതിയേക്കുന്നത് കാണാറുണ്ട്. എനിക്കിതുപോലെ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല, പൈസയില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് ഈ ഒരു 25,000 അല്ലെങ്കിൽ 27,000 രൂപയൊക്കെ ഒറ്റയടിക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടി നിങ്ങൾക്ക് കിട്ടുന്ന പൈസ പല വഴിയിൽ കൂടിയാണ് ചിലവായി പോകുന്നത്. നമുക്കൊന്നും സമ്പാദ്യം എന്ന് പറയുന്നതില്ല. ഒരു മാസം അവസാനം നമുക്കിപ്പോൾ ഇത്ര രൂപ കിട്ടുവാണെങ്കിൽ അത്രയും രൂപയിൽ കുറച്ച് നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. നേരെ മറിച്ച് ഇത് ഡെയിലി അല്ലെങ്കിൽ ഇടവിട്ട ദിവസങ്ങളിലൊക്കെ നമുക്കിങ്ങനെ പൈസയായിട്ട് ആൾക്കാർ കയ്യിലേക്ക് കൊണ്ടുതരുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് തീർന്നു പോകും. വീട്ടിലെ ഓരോരോ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ തന്നെ എടുത്ത് തീർന്നു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവമാണ്. ഞാനിപ്പോൾ പലരോടും ചോദിച്ചു, ഞാനൊരു പവർ മെഷീൻ മേടിച്ചാലോ എന്ന് ആലോചിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആരും അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല. കാരണം നിനക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ, ഇത്രയും അതിന് മാത്രമൊക്കെ തയ്ക്കാനുണ്ടോ, പവർ മെഷീനിലിരുന്ന് തയ്ക്കേണ്ട ആവശ്യമുണ്ടോ, ഉള്ളത് പോരെ എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും സംസാരം. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു, ഞാനെന്തിനാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത്, എൻ്റെ ആവശ്യമല്ലേ, അപ്പോൾ ഞാനതെങ്ങനെയെങ്കിലും നടത്തിയെടുക്കും. ആ ഒരു ഉദ്ദേശത്തിൽ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ കുറച്ച് പൈസ സേവ് ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്തത് ഒരു മണി ബോക്സ് മേടിക്കുകയാണ്. മണി ബോക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വിലയുള്ളതൊന്നും വേണ്ട, ഒരു 10-50 രൂപയുടെ ഒരു മണി ബോക്സ്. അത് തുറക്കാൻ കഴിയാത്തതായിരിക്കണം കേട്ടോ. അങ്ങനെ ഒരു മണി ബോക്സ് ഞാൻ മേടിച്ചു. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ ഒരു വൈറ്റ് കളറിലെ പേപ്പർ ഒട്ടിച്ചു വെച്ചു. കാരണം ഞാൻ എത്ര രൂപയാണ് ഇടുന്നതെന്ന് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് മാത്രം എഴുതി വയ്ക്കാനായിട്ടാണ് ആ പേപ്പർ ഒട്ടിച്ചു വെച്ചത്. എന്നിട്ട് ഞാൻ ഡെയിലി കിട്ടുന്ന, എന്നും കിട്ടാറില്ല, അത് വേറെ കാര്യം, കിട്ടുന്ന പൈസ, ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു ചുരിദാർ തയ്ച്ചു കൊടുത്തു എനിക്കൊരു 400 രൂപ കിട്ടിയെങ്കിൽ ഞാൻ അതിൽ നിന്നൊരു 200 രൂപ നിർബന്ധമായിട്ടും ആ ഒരു കുടുക്കയിൽ ഇടും. കൂടുതൽ ആൾക്കാർ ഗൂഗിൾ പേ വഴിയൊക്കെ ആയിരിക്കും പൈസ തരുന്നത്. അപ്പോൾ അന്നേരം ഞാനത് അന്ന് തന്നെ വൈകിട്ട് ATM പോയി മാറി ആ ഒരു പകുതി പൈസ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതി ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ആ ഒരു കുടുക്കയിൽ ഇട്ട് വയ്ക്കുകയാണ് പതിവ്. ചില ദിവസങ്ങളിൽ 50 രൂപ ഇടാറുണ്ട്, ചിലത് 100 രൂപ, ചില ദിവസങ്ങളിൽ 250 രൂപയൊക്കെ ഇടാറുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല. ചില ദിവസം ഒന്നും തയ്ക്കാനായിട്ട് കാണില്ല. ചില സമയങ്ങളിൽ അത്യാവശ്യം നിന്ന് തിരിയാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പോൾ ഓണം, വിഷു, ക്രിസ്മസ് അങ്ങനെയുള്ള സീസണുകളിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കാണും. എനിക്കും അതുപോലെ തന്നെയാണ്. എന്നാലും ഒരുപാടൊന്നും ഇല്ല കേട്ടോ, അത്രയൊക്കെ കുറച്ചൊക്കെ ഉള്ളൂ. എന്നാലും ഉള്ളതിൽ നിന്ന് ഞാനൊരു തുക ഈ ഒരു ബോക്സിൽ നിക്ഷേപിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 9-10 മാസം എടുത്തു എന്ന് തോന്നുന്നു. ഒരു 10 മാസത്തിനുള്ളിൽ ഞാൻ പറഞ്ഞു, ഈ 10 മാസം എടുക്കാനുള്ള കാരണം അത്യാവശ്യം തയ്യലൊക്കെയാണ് എനിക്കുള്ളൂ, ഒരുപാട് ആയിട്ടൊന്നുമില്ല. അപ്പോൾ ഒന്നും ഇടാത്ത ദിവസങ്ങളും ഉണ്ട്, 50 രൂപ ഇട്ട ദിവസങ്ങളുണ്ട്, 250 രൂപ ഇട്ട ദിവസങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമ്മുടെ ഇതിൽ മാറി മറിഞ്ഞിരിക്കും. നമ്മളതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് എത്രയാണോ ഇടാൻ പറ്റുന്നത് നമ്മൾ അതിടുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു വൈറ്റ് പേപ്പർ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ,
അപ്പോൾ അതിൽ ഏകദേശം ഒരു 25,000 രൂപയായപ്പോൾ ഞാനത് ആ ഒരു മണി ബോക്സ് തുറന്നു. അതിന് എനിക്കൊരു 9-10 മാസത്തോളം സമയമെടുത്തു. എന്നിട്ട് ഞാൻ ആ പൈസ അന്ന് തന്നെ ആ പൈസയും കൊണ്ട് പോയിട്ട് ഞാൻ മെഷീൻ മേടിക്കുകയാണ് ചെയ്തത്. കാരണം അത് വീട്ടിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് വേറെ ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ചിലവഴിക്കും. അപ്പോൾ അതുകൊണ്ട് അത് തീരാതെ ഞാൻ അന്ന് തന്നെ പോയി മെഷീൻ മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മെഷീൻ മേടിച്ച കഥ എൻ്റെ മെഷീൻ മേടിച്ച കഥ അതാണ്. അപ്പം നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ വെറും ഒരു തമാശയായിട്ട് തോന്നാം. നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എല്ലാം തികഞ്ഞ് വരാനായിട്ട് കാത്തിരിക്കാത്ത ഒരു ചെറിയ കാൽവയ്പെങ്കിലും നടത്തുക. അതിൽ നിന്ന് നമുക്ക് പിടിച്ചു കയറി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. നിങ്ങളും ഇതുപോലെ തന്നെ എന്നെപ്പോലെ തന്നെ നിങ്ങളൊരു നമുക്കങ്ങനെ സമ്പാദ്യശീലങ്ങളൊന്നും ഇപ്പോൾ ഇല്ല അല്ലേ. നമ്മുടെ പണമെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് കാരണം നമുക്കിങ്ങനെ പൈസയായിട്ട് നമുക്ക് കുടുക്കയിലിട്ട് വയ്ക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അതൊരു ശീലമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മെഷീനാണെങ്കിലും ഏത് തരത്തിലുള്ള എന്തായാലും ഇപ്പോൾ ഓവർലോക്ക് മെഷീൻ മേടിക്കാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്പോൾ എന്താണ് നിങ്ങളുടെ ആഗ്രഹം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുക. കുറച്ച് കഷ്ടപ്പെട്ടാലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഓണമൊക്കെ സമയമൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് രാത്രി ഇരുന്നിട്ടൊക്കെ തയ്ച്ചാലും നമുക്ക് എന്താണോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വന്തം പൈസ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള നമ്മൾ അധ്വാനിച്ച പൈസ കൊണ്ട് നമ്മൾ മേടിക്കുന്ന ഒരു സാധനത്തിന് മൂല്യം കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊരു വെറുതെ ഒരു പൊട്ടക്കഥയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എനിക്ക് പറയാനുള്ളത് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തീരുമാനം എടുക്കാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങുക. എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും സാധിക്കും. കഷ്ടപ്പെട്ടാൽ കിട്ടാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ എല്ലാവർക്കും സാധിക്കും. നമ്മൾ കുറച്ച് സമയം അതിനായിട്ട് മാറ്റി വെച്ചാൽ മതി. അതായത് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി എക്സ്ട്രാ നമ്മൾ ചെയ്യണം എന്നുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വിഷു, ഓണം അങ്ങനെയുള്ള സീസൺ സമയമൊക്കെ വരുമ്പോൾ കുറച്ച് സമയം കൂടെ നമ്മളൊക്കെ ഒന്ന് കഷ്ടപ്പെടുക. കുറച്ച് നേരം കൂടെ കൂടുതലിരുന്ന് തയ്ക്കുകയൊക്കെ ചെയ്യുക. കാരണം നമ്മുടെ ലക്ഷ്യമാണല്ലോ നമ്മുടെ പ്രധാനം. അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അത്രയും പണം സ്വരൂപിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മുടെ സ്വന്തം കയ്യിലുള്ള പൈസ കൊണ്ട് വാങ്ങുന്നതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഏത് കാര്യത്തിനായാലും നമ്മൾ വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കില്ലാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. ഇനി പൈസ ഇല്ല എന്ന് പറഞ്ഞ് മെഷീൻ മേടിക്കാതെ ഇരിക്കണ്ട നിങ്ങൾ. കാരണം ഇതുപോലൊന്ന് സമ്പാദിച്ചു കഴിഞ്ഞാൽ ഇതുപോലൊരു ബോക്സൊക്കെ മേടിച്ച് നിങ്ങളൊന്ന് കുറേശ്ശെ ഈ ഉറുമ്പ് കൂട്ടി വയ്ക്കുന്നത് പോലെയില്ലേ, അതുപോലെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ ഒരു നല്ല തുക നിങ്ങളുടെ കയ്യിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് എന്തൊക്കെ പൊട്ടത്തരങ്ങളാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്ത് വിജയിച്ച ഒരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇനി എന്തെങ്കിലും ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പണം സ്വരൂപിക്കാമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പല തുള്ളി പെരുവെള്ളം എന്നല്ലേ പറയണേ. ഒരുപാട് ഒറ്റയടിക്ക് നമുക്ക് എടുക്കാനില്ലെങ്കിലും കുറേശ്ശെ നമുക്ക് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവരും അതിനു വേണ്ടി കഠിനമായിട്ട് പരിശ്രമിക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.